അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ ഇറാൻ്റെ പരമോന്നത നേതാവ് അലി ഖാംനയുടെ മരണത്തിൽ മുസ്ലിം സമൂഹം വളരെയേറെ വിഷമാവസ്ഥയിലാണ്. അടുത്തിടെ കുറേ നാളുകളായി മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ വാർത്തകൾ തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണങ്ങളിലോട്ട് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ ഇന്നലകളിലേക്ക് പോയിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങളെ ആക്രമിക്കാൻ അമേരിക്കക്കോ ഇസ്രായേലിനോ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾക്കോ നേരിട്ട് കഴിയുകയില്ല. ഏതെങ്കിലും അറബ് രാജ്യം അവരുടെ മണ്ണ് ഇത്തരം ശക്തികൾക്ക് അനുവദിച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് മുസ്ലിം രാജ്യങ്ങളെ ആക്രമിക്കുവാനുള്ള സൗകര്യം ലഭിക്കുകയുള്ളൂ. മാത്രമല്ല, കേവലം ഒരു സാമ്രാജ്യത്വ സയനിസ്റ്റ് ആക്രമണം എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകരുമൊക്കെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണത്തെ വിലയിരുത്തുമ്പോഴും യഥാർത്ഥത്തിൽ മതപരമായ ഒരു കടന്നുകയറ്റം തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, ഇറാഖിനെ അമേരിക്ക ആക്രമിക്കുമ്പോൾ അന്ന് അമേരിക്കയുടെ പ്രസിഡൻ്റായ ജോർജ് ബുഷ് പറഞ്ഞത്, ഉറക്കത്തിൻ്റെ അന്ത്യയാമങ്ങളിൽ എന്നോട് ദൈവം വന്ന് ആവശ്യപ്പെട്ടു ഇറാഖിനെ ആക്രമിക്കാനെന്നാണ്. ഇത് ദൈവിക മാർഗത്തിലുള്ള ഒരു പോരാട്ടമെന്നാണ് അന്ന് ജോർജ് ബുഷ് ഈ യുദ്ധത്തെ വിശേഷിപ്പിച്ചത്. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമ്പോഴും ഫലസ്തീനെ ആക്രമിക്കുമ്പോഴുമൊക്കെ അവരുടെ മതപരമായ ചടങ്ങുകൾ നടത്തി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരം രാജ്യങ്ങളെ ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു മണ്ണിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കേവലം ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിട്ടല്ല, മറിച്ച് ഈ മുസ്ലിം രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക വ്യക്തിത്വങ്ങൾ, അമേരിക്കയോടും ഇസ്രായേലിനോടും കീഴ്പ്പെടാത്ത വ്യക്തിത്വങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യവും. അവരെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന മറ്റാളുകൾക്ക്, അത് സൗദി ആവട്ടെ, ദുബായ് ആവട്ടെ, വേറെ ഏതെങ്കിലും അറബ് രാജ്യങ്ങളാവട്ടെ, അവരെ കീഴ്പ്പെട്ടുകൊണ്ട് അവർക്ക് സേവകരായി മാറുന്ന, അവരോടൊപ്പം എല്ലാ വൃത്തികേടുകൾക്കും ഒപ്പം നിൽക്കുന്നവരെ ആക്രമിക്കാനോ ഇല്ലായ്മ ചെയ്യുവാനോ അവർ തയ്യാറാവുന്നുമില്ല. നാം മനസ്സിലാക്കേണ്ടത്, ഒരു വലിയ പെരുന്നാൾ ദിവസമാണ് സദ്ദാം ഹുസൈനെ അമേരിക്ക തൂക്കിക്കൊല്ലുന്നത്. അത് മുസ്ലിം ലോകത്തിന് അമേരിക്ക കൊടുക്കുന്ന വലിയൊരു സന്ദേശമാണ്. ഇന്ന് ഈ റമദാനിൽ ആയത്തുള്ള അലി ഖാംനയെ വധിച്ചുകൊണ്ട് മൊത്തം അറബ് രാജ്യങ്ങളെയും അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും നടത്തിക്കൊണ്ടിരിക്കുന്നതും ആ ഒരു വെല്ലുവിളിയാണ്. നിങ്ങളുടെ പുണ്യമാസമോ നിങ്ങളുടെ നോമ്പോ എന്തുമാകട്ടെ, ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുക തന്നെ ചെയ്യും, നിങ്ങളുടെ മതപരമായ ഒരു വിശ്വാസത്തെയും ഞങ്ങൾ മാനിക്കുന്നില്ല എന്ന ലോക മുസ്ലിങ്ങളോടുള്ള വെല്ലുവിളിയാണ് അമേരിക്കയും ഇസ്രായേലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾ എണ്ണത്തിൽ കുറവായത് കൊണ്ടോ, അവർക്ക് സാമ്പത്തിക ശക്തി ഇല്ലാത്തത് കൊണ്ടോ, ആയുധശക്തി ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ ഉള്ളിലെ മുനാഫിക്കുകൾ തന്നെയാണ് ഇസ്ലാമിനെ തകർക്കാൻ എക്കാലത്തും ശത്രുക്കൾക്കൊപ്പം നിന്നിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നതും മുനാഫിക്കുകളെയായിരുന്നു. തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മുനാഫിക്കുകളെ കണ്ടെത്താനും ഇല്ലായ്മ ചെയ്യാനും പ്രവാചകൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന് ഈ ലോകത്ത് ഇസ്ലാമിൻ്റെ വെണ്ണിക്കൊടി റോമാ സാമ്രാജ്യത്തെ പോലും കിടിലം കൊള്ളിച്ചുകൊണ്ട് പാറിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് മുനാഫിക്കുകളെ മനസ്സിലാക്കാൻ മുസ്ലിം സമുദായത്തിന് കഴിയാതെ പോകുന്നു. നമുക്കറിയാം, സൗദി അറേബ്യയിൽ ഉൾപ്പെടെ മൊത്തം അറബ് രാജ്യങ്ങളിലും അമേരിക്കൻ സൈനിക താവളങ്ങളുണ്ട്. സൗദി ഭരണകൂടങ്ങൾക്കോ അല്ലെങ്കിൽ ആ രാജ്യത്തെ ഭരണകൂടങ്ങൾക്കോ നൽകാത്തവണ്ണം സുരക്ഷ നൽകിക്കൊണ്ട് അമേരിക്കൻ സൈനികരെ ഒരു പ്രത്യേക കോമ്പൗണ്ടിലാക്കി അതിന് സൗദി അല്ലെങ്കിൽ അറബ് രാജ്യത്തെ അതാത് പട്ടാളം തന്നെ കാവൽ നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. എന്തിനാണ് ഈ അറബ് മണ്ണിൽ ഈ അമേരിക്കൻ സൈനികർക്ക് താവളമൊരുക്കി കൊടുക്കുന്നത്? സ്വന്തം സഹോദര രാജ്യങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇസ്ലാമിൻ്റെ ആദ്യത്തെ ശത്രുക്കളെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഫലസ്തീനിലെ
പോരാട്ടത്തെ തകർക്കുന്നതിന് വേണ്ടി, ഫലസ്തീൻ്റെ പോരാട്ടത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നതിന് വേണ്ടി യാസർ അറാഫത്തിനെയും മഹ്മൂദ് അബ്ബാസിനെയും അവർ വിലക്കെടുത്തു. അങ്ങനെ ആ പോരാട്ടത്തിൽ വിള്ളലുണ്ടാക്കി. ഫലസ്തീനിലെ പല ആളുകളും ഷഹീദാകുന്നതിൻ്റെ പിന്നിലും പല ആളുകൾ പിടിക്കപ്പെട്ടതിന് പിന്നിലും ഇത്തരം മുനാഫിക്കുകളുടെ കൈകടത്തലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉസാമ ബിൻ ലാദനെയും ഐവൻ അൽ സവാഹരിയെയും പാകിസ്ഥാൻ്റെയും അഫ്ഗാൻ്റെയും മണ്ണിൽ വെച്ച് വധിച്ചതും മുനാഫിക്കുകളുടെ ശ്രമഫലമായി തന്നെയായിരുന്നു. മാത്രമല്ല, ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് വധിക്കപ്പെട്ടതും ഇതേ മുനാഫിക്കുകളുടെ പിന്തുണയാൽ തന്നെയാണ്. ഒരു സമയത്ത് ഇസ്രായേലിനെ തന്നെ ഇല്ലാതാക്കാൻ ശക്തി ഉണ്ടായിരുന്ന ലെബനാനിലെ ഹിസ്ബുള്ള, ആ ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്രുള്ളയെയും വധിച്ചതും ആ രാജ്യത്ത് മുനാഫിക്കുകളെ വിലക്കെടുത്തുകൊണ്ടായിരുന്നു. ഇസ്രായേലിനെതിരെ എന്നും ശക്തമായ ജനരോക്ഷം അയച്ചുകൊണ്ടിരുന്ന സിറിയൻ ജനതയ്ക്കുമേൽ ജൂലാനി എന്ന ഏകാധിപതിയെ സ്ഥാപിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ആ സിറിയൻ ജനതയുടെ സൈന്യത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് തടയിട്ടു. സാമ്രാജ്യത്വ വിരോധികളായ ഹൂത്തികളെ സൗദി അറേബ്യയെ കൊണ്ട് തകർക്കാൻ അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തേക്ക് വന്നാലും ഇത്തരം മുനാഫിക്കുകളുടെ പണിയെടുക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, 1998 അറസ്റ്റ് ചെയ്യപ്പെട്ട ഇസ്ലാമിക പണ്ഡിതനായ അബ്ദുൽ നാസർ മഅ്ദനി, നീണ്ട 10 വർഷക്കാലം നിരപരാധി എന്ന് കണ്ട് വിട്ടയക്കപ്പെട്ട മഅ്ദനി, അന്ന് 98 മഅ്ദനി അറസ്റ്റ് ചെയ്തപ്പോൾ കേരളത്തിലെ സലഫിസം പറയുന്ന ഒരു സംഘടനയുടെ നേതാവ് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത് മഅ്ദനിയും രണ്ടും രണ്ടാണ്. മഅ്ദനി എന്ന് പറയുന്നത് സമുദായത്തെ മുന്നോട്ട് നയിക്കുന്ന പുരോഗമനവാദികളെന്നും, മറിച്ച് തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും പ്രതീകമായ മഅ്ദനിയുമായി ഞങ്ങൾക്കൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ ആളുകൾ. ബാബരി മസ്ജിദ് മറക്കണമെന്ന് നിരന്തരം നമ്മോട് പറയുന്ന സമുദായ നേതൃത്വം. നമുക്കറിയാം, പാനായിക്കുളം സിമി ക്യാമ്പുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം ആ യുവാക്കൾ ജയിലിൽ കഴിയേണ്ടി വന്നത് റഷീദ് മൗലവി എന്ന മുനാഫിക്ക് ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞതുകൊണ്ടാണെന്ന് നാം മനസ്സിലാക്കണം. ഇപ്പോഴും ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലൊരു പ്രശ്നമില്ല എന്ന് പറയുന്നവർ, ഇവരൊക്കെ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മുനാഫിക്കിൻ്റെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലും നമ്മുടെ ഗ്രാമത്തിലും നമ്മുടെ ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും നമ്മുടെ ലോകത്തും ഇത്തരം മുനാഫിക്കുകളുടെ ഉന്മൂലനം കൊണ്ട് മാത്രമേ മുസ്ലിം സമുദായത്തിന് ശത്രുക്കൾക്കെതിരെ വിജയിക്കാൻ കഴിയൂ. മുനാഫിക്കിനെ തുടച്ചു മാറ്റാതെ, മുനാഫിക്കിനെ കണ്ടെത്താതെ ശത്രുവിനെതിരെ നാം നീങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും പരാജയം തന്നെയായിരിക്കും ഇനിയും ഇസ്ലാമിനെ കാത്തിരിക്കുക എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. പിന്നെ ഇറാൻ വിഷയത്തെ ഷിയ വിഷയം വിശ്വാസത്തിൻ്റെ വിഷയവുമായൊക്കെ എന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ പല ആളുകളും രംഗത്ത് വരുന്നുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, അവർ മുസ്ലിങ്ങളല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാ ആളും അർത്ഥവും സമ്പത്തും എല്ലാം തന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന സൗദി ഭരണകൂടം എന്തുകൊണ്ടാണ് അവർക്ക് ഹജ്ജിനും ഉംറയ്ക്കും അനുമതി കൊടുക്കുന്നത്? നിങ്ങൾ ആഗോള തീവ്രവാദത്തിൻ്റെ നേതാവെന്ന് പറയുന്ന മൗലാന മൗദൂദിയുടെ പേര് എന്തുകൊണ്ടാണ് സൗദിയിലെ സ്ട്രീറ്റുകൾക്കിടുന്നത്? എന്തുകൊണ്ടാണ് കിങ് ഫൈസൽ അവാർഡ് കൊടുത്ത് മൗലാന മൗദൂദിയെ സൗദി ഭരണകൂടം ആദരിച്ചത്? അപ്പോൾ ശത്രുവിൻ്റെ നാവാവാതെ മുസ്ലിം സമുദായം നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഒന്നിച്ചു നിൽക്കാൻ, അതോടൊപ്പം തന്നെ മുനാഫിക്കുകളെ കണ്ടെത്തി ശുദ്ധീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ മുസ്ലിം സമുദായം തയ്യാറാവണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.